ദൈവത്തിൻ്റെ പെട്ടകം ഓബേദേദോമിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ ദാവീദ് പഞ്ഞിനൂൽ അങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്ത് ആരാധിച്ചു. എന്നാൽ ദാവീദ് ആരാധിക്കുന്നത് ശൗലിൻ്റെ മകളായ മീകൾ കിളിവാതിലിലൂടെ നോക്കി യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ദാവീദിനെ ഹൃദയത്തിൽ നിന്ദിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തെയും പെട്ടകത്തെയും പ്രമാണത്തെയും തിരിച്ചറിയുന്നവർ എല്ലാ കാലത്തും യഹോവയെ ആരാധിക്കും. അത് തിരിച്ചറിയാത്തവർ എല്ലാ കാലവും ആരാധിക്കുന്നവനെ അധിക്ഷേപിക്കും. ചിലർ എപ്പോഴും മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ആരാധനയും കയ്യടിയും ഒക്കെ നോക്കി അവരെ ജഡ്ജ് ചെയ്ത് അവരെ വിധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിധിച്ച ശൗലിൻ്റെ മകൾ മീകളിനെ കുറിച്ച് 6-ാം അധ്യായം അവസാന വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ശൗലിൻ്റെ മകളായ മീകളിന് ജീവപര്യന്തം ഒരു തലമുറയും ഉണ്ടായില്ല എന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ ആരാധിക്കുന്നവനെ അധിക്ഷേപിക്കുന്നവർക്ക് ദുഃഖമായിരിക്കും അവസാനമുണ്ടാകുന്നത്. ആയതിനാൽ ആത്മാവിൽ ആരാധിക്കുന്നവരെ വന്ദിച്ചില്ലെങ്കിലും അവരെ നിന്ദിക്കരുത്. നാം നമ്മെ തന്നെ മറന്ന് ആരാധിക്കുന്ന ഇടത്താണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്.